നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നീണ്ട 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ആ കിരീടം RCB സ്വന്തമാക്കിയത്. അതിന്റെ വിജയാഘോഷം ഇപ്പോൾ ദുരന്തത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. IPL കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമിന്റെ സ്വീകരണ പരിപാടിക്കിടെ വൻ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 7 പേർ മരിച്ചു എന്നുള്ള വിവരം പുറത്തേക്ക് വരികയാണ്. നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ടുകൾ. 15ഓളം പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇവരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ ബൗറിംഗ് ആശുപത്രിയിലും ലേഡി കഴ്സൺ ആശുപത്രിയിലേക്കുമാണ് പ്രവേശിപ്പിച്ചത്. ഇവരിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. മരിച്ചവരിൽ ഒരു സ്ത്രീയുമുണ്ട്. ഇത്ര പെട്ടെന്ന് ബംഗളൂരു പോലെ ഒരു നഗരത്തിൽ വിജയാഘോഷം സംഘടിപ്പിച്ചത് ഗുരുതര സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. സംഘാടകർക്ക് വലിയ പിഴവുണ്ടായി എന്നാണ് വിവരങ്ങൾ. അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. RCB ടീമിന് വരവേൽപ്പ് നൽകാൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വിജയാഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. അതായത് പെട്ടെന്ന് തന്നെയായിരുന്നു ഒരു വിജയാഘോഷ പരിപാടിക്ക് വേണ്ടി ഈ സ്റ്റേഡിയം സജ്ജമായത്. ഇവിടേക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. അവരെ ഒന്നും നിയന്ത്രിക്കാൻ സംഘാടകർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കഴിഞ്ഞില്ല. അവിടെയാണ് വലിയൊരു പാകപ്പിഴ സംഭവിച്ചത്. പരമാവധി പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിരുന്നു. എന്നാൽ അതെല്ലാം കൈവിട്ടു പോകുകയായിരുന്നു. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടേക്ക് ഇരച്ചു കയറി എത്തിയത്. തുടർന്നാണ് തിക്കും തിരക്കും ഉണ്ടായതും കുട്ടികളടക്കം 7 പേർ മരിച്ചതും. RCBയുടെ വിജയാഘോഷ റാലിക്കിടെ ശിവമോഗയിലും ബലഗാവിയിലും കഴിഞ്ഞ ദിവസം 2 യുവാക്കൾ മരിച്ചിരുന്നു. ബലഗാവിയിൽ വിജയാഘോഷ റാലിയിൽ പങ്കെടുക്കുന്നതിനിടെ മഞ്ജുനാഥ കുംഭാഗർ എന്ന യുവാവാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത്. റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിനിടെ ഹൃദയാഘാതം ഉണ്ടാകുകയായിരുന്നു. ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശിവമോഗയിൽ ആരാധകർ നടത്തിയ ഒരു ബൈക്ക് റാലിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അഭിനന്ദൻ എന്ന ഒരു യുവാവും മരിച്ചിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ 2 ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോലും ഒരു സുരക്ഷാ ക്രമീകരണം അത്ര ശക്തമാക്കാനുള്ള ഒരു സമയം പോലും ഈ സംഘാടകർക്ക് കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചത്? കുറച്ച് സമയമെടുത്ത് ആൾക്കാർ വരുന്നവരെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നടപ്പാക്കിയതിന് ശേഷം മതിയായിരുന്നല്ലോ വിജയാഘോഷ പരിപാടി എന്നുള്ള വാദം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വാദം ഉയർന്നു വന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. 7 പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 പേരും മരണപ്പെട്ടു. അങ്ങനെ മൊത്തം RCBയുടെ വിജയാഘോഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മരണപ്പെട്ടവരുടെ എണ്ണം കൂടുകയാണ്. കൂടാതെ 3 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥയും ഉണ്ടായിരിക്കുന്നു. 18 വർഷത്തെ കാത്തിരിപ്പാണ്. RCB ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഘോഷരാവാണ്. കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയ ആഘോഷമാണ്. ഇതുവരെ അത് അവസാനിച്ചിട്ടില്ല. കിങ് കോഹ്ലിയും എല്ലാവരും തന്നെ വലിയ ഒരു ആഘോഷവേളയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനിടയിലാണ് ഇത്ര വലിയ ദുരന്തത്തിൻ്റെ ഒരു വാർത്ത കൂടി പുറത്തേക്ക് വരുമ്പോൾ RCB താരങ്ങളുടെ തന്നെ നെഞ്ചുലയ്ക്കുകയാണ് ഈ സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയും ആഘോഷം തുടർന്നതോടെ പല സ്ഥലത്തും പോലീസിന് ലാത്തി വീശേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വികാരഭരിതമായ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ ഒരു ദിവസം ഉണ്ടായത്. വിരാട് കോഹ്ലി കണ്ണീരണിഞ്ഞുകൊണ്ട് മുഖം പൊത്തി സ്റ്റേഡിയത്തിൽ കിടക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. ആരാധകർ വലിയ കണ്ണീരണിഞ്ഞുകൊണ്ടാണ് ഈ ദൃശ്യങ്ങളെ ഒക്കെ കണ്ടതും കേട്ടതും എല്ലാം. RCB കിരീടം നേടിയതിന് പിന്നാലെ കിങ് കോഹ്ലി പ്രതികരിച്ചത് തന്നെ വലിയ വികാരഭരിതനായി ഹൃദയത്തിൽ തൊടുന്ന വാക്കുകളോടെയൊക്കെയായിരുന്നു. എൻ്റെ യുവത്വവും കരിയറിലെ മികച്ച സമയവും ഇപ്പോൾ അനുഭവ സമ്പത്തും ഞാൻ RCBക്കായി നൽകി. ഓരോ സീസണിലും കിരീട വിജയത്തിനായി ഞാൻ ശ്രമിച്ചിരുന്നു, പരമാവധി ശ്രമിച്ചു. ഒടുവിൽ ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു. ഇത് അവിശ്വസനീയമായ ഒരു അനുഭവമാണ്. കാത്തിരിപ്പിനൊടുവിൽ IPL നേടുന്നത് ഏറെ സന്തോഷമാണ്. എൻ്റെ കരിയറിൽ ഈ ട്രോഫിയുടെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ്. കഴിഞ്ഞ 18 വർഷമായി എൻ്റെ എല്ലാ കഴിവുകളും ഞാൻ ഈ ടീമിനു വേണ്ടി നൽകിയിട്ടുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ ഈ ടീമിനോട് വിശ്വസ്തനായി നിന്നു. ചില സമയങ്ങളിൽ മറ്റൊന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ടീമിനൊപ്പം ഞാൻ ഉറച്ചു നിന്നു. RCBക്കൊപ്പം IPL കിരീടം നേടണമെന്ന് ഞാൻ പലപ്പോഴും സ്വപ്നം കണ്ടിരുന്നു. മറ്റാരോടൊപ്പം നേടുന്നതിനേക്കാൾ ഇത് വളരെ സവിശേഷമാണ്. കാരണം എൻ്റെ ഹൃദയം ബംഗളൂരുവിനൊപ്പമാണ്. എൻ്റെ ആത്മാവും ബംഗളൂരുവിനൊപ്പമാണ്. ഞാൻ IPL കളിക്കുന്ന അവസാന ദിവസം വരെയും ഈ ടീമിന് വേണ്ടിയേ കളിക്കൂ.
ഇതായിരുന്നു കോഹ്ലി പറഞ്ഞത്. AB ഡിവിലിയേഴ്സ് RCBക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവിശ്വസനീയമാം വിധം വലുതാണ്. മത്സരത്തിന് മുൻപ് തന്നെ ഞാൻ ഡിവിലിയേഴ്സിനോട് പറഞ്ഞിരുന്നു, ഈ വിജയം ഞങ്ങൾക്കെന്ന പോലെ നിങ്ങൾക്കുമുള്ളതാണ്. ഈ രാത്രിയിൽ RCB IPL കിരീടം ഉയർത്തുമ്പോൾ ഡിവിലിയേഴ്സ് ഇവിടെ ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഞങ്ങളോടൊപ്പം ആഘോഷിക്കണമെന്നും ഇതായിരുന്നു കോഹ്ലി പറഞ്ഞത്. അതായത് അദ്ദേഹം ശരിയാണ്, 18 വർഷത്തെ അദ്ദേഹത്തിൻ്റെയും ടീമിൻ്റെയും കാത്തിരിപ്പാണ്. അതോടൊപ്പം തന്നെ RCB ആരാധകരുടെ വലിയൊരു കാത്തിരിപ്പിന് കൂടിയായിരുന്നു കഴിഞ്ഞ ഒരു ദിവസം വിരാമമായത്. ആ കപ്പിൽ RCB മുത്തമിടുമ്പോൾ ഇന്ത്യയിലെമ്പാടുമുള്ള, ലോകമെമ്പാടുമുള്ള RCB ആരാധകർ എല്ലാവരും ചേർന്നാണ് ആ കപ്പിൽ മുത്തമിട്ടത്. അതിൻ്റെ വിജയാഘോഷം നടക്കുന്ന വേളയിലാണ് ഇത്രയും വലിയൊരു ദുരന്തം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കോഹ്ലി ഉൾപ്പെടെ എല്ലാ താരങ്ങളും ഇപ്പോൾ വലിയ ഒരു വേദനയിൽ കൂടിയാണ്. ഈ നിമിഷം ആഘോഷിക്കണോ അതോ ആഘോഷങ്ങൾ നിർത്തിവെക്കണോ എന്നുള്ള വലിയ ആശങ്കകൾ താരങ്ങളെയും പിടികൂടിയിരിക്കുകയാണ്. ആ സ്റ്റേഡിയത്തിലേക്ക്, അവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാകും, വലിയ രീതിയിൽ ജനക്കൂട്ടം ഇരച്ചെത്തുകയായിരുന്നു. ആരെയും നിയന്ത്രിക്കാൻ പോലീസിന് പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.